അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാ ഫ്രണ്ട്സുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. പിന്നെ കൊളസ്ട്രോൾ, അറ്റാക്ക് ഇതൊക്കെ വരുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം അതിന് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. പിന്നെ നമ്മൾ നല്ലോണം എക്സസൈസ് എടുക്കുക. പിന്നെ ഗാർലിക്കില്ല, അതായത് ഓരോരോ നാട്ടിൽ പറയുക, നമ്മുടെ നാട്ടിൽ പറയിച്ചിട്ടുണ്ട്, വേറൊരു നാട്ടിലൊക്കെ പറയുക പിന്നെ വെളുത്തുള്ളി. അത് നല്ലോണം നമ്മൾ ഉപയോഗിക്കുക. ഭക്ഷണത്തിലെല്ലാം അത് ഉപയോഗിക്കുക. ഭക്ഷണം നമ്മളുണ്ടാക്കുന്ന ഭക്ഷണത്തിലെല്ലാം അത് ഉപയോഗിക്കുക. പിന്നെ രാവിലെ എണീച്ച് എക്സസൈസ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. പിന്നെ ടെൻഷന് കൊടുക്കാതിരിക്കുക. അധികം ടെൻഷൻ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് അറ്റാക്ക് വരും. ഭക്ഷണത്തിൽ കൂടി മാത്രമല്ല, ടെൻഷന് കൊടുക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യണം. പിന്നെ നേരത്തെ ഭക്ഷണം കഴിക്കണം. കഴിയുന്നതും 6 മണിക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക. പിന്നെ ഇതൊക്കെ ചെയ്യാൻ നമ്മുടെ ശരീരം നമ്മൾ സൂക്ഷിക്കുക. പിന്നെ നേരത്തിന് ഭക്ഷണം കഴിക്കുക, വെള്ളം നല്ലോണം കുടിക്കുക. ഇതൊക്കെ ചെയ്താൽ തന്നെ പിന്നെ അറ്റാക്ക് വരാൻ സാധ്യത കുറവാണ്. പിന്നെ ഈ വയനാട് അങ്ങോട്ടിലല്ലേ, അവിടെ ഉള്ളവർക്കെല്ലാം അറ്റാക്കും പിന്നെ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ വന്നിട്ടില്ല, അറ്റാക്ക് വരിക, അതെല്ലാം കുറവാണ്. പിന്നെ പ്രഷർ ഇല്ല. എല്ലാവരും പോയിട്ട് പാടത്ത് പണിയെടുക്കും. പക്ഷേ നമ്മൾ പാടത്ത് പണിയെടുക്കുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ എക്സസൈസ് നല്ലോണം ചെയ്യാം. എന്നാൽ തന്നെ നമുക്ക് ബ്ലോക്കൊന്നും വരില്ല. നമ്മളെ ചെസ്റ്റ് ക്ലിയർ ആക്കുക. ഓക്കെ, അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാ ഫ്രണ്ട്സുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. പിന്നെ കൊളസ്ട്രോൾ, അറ്റാക്ക് ഇതൊക്കെ വരുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം അതിന് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. പിന്നെ നമ്മൾ നല്ലോണം എക്സസൈസ് എടുക്കുക. പിന്നെ ഗാർലിക്കില്ല, അതായത് ഓരോരോ നാട്ടിൽ പറയുക, നമ്മുടെ നാട്ടിൽ പറയിച്ചിട്ടുണ്ട്, വേറൊരു നാട്ടിലൊക്കെ പറയുക